കരയില്ലേ മോള്? രാത്രിയിൽ കനിയെ കാണാതെ കരയുന്ന മണിക്കുട്ടിയെ പള്ളിയിലെത്തിക്കുന്ന ഹരി. നിന്നെ പോലൊരു കുട്ടി ഈ പരിസരത്തെങ്ങുമില്ല. മണിക്കുട്ടിയെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരുന്നതിന് ഏഞ്ചലിനെ വഴക്കു പറയുന്ന ആതിര. എനിക്കിവിടെ കുഞ്ഞുപ്പേരെ സുറുമാൻറ്റിയുടെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടം. ഏഞ്ചലിന് ഒരു അമ്മയുടെ ആവശ്യമുണ്ടെന്ന് സുറുമി. മണിക്കുട്ടിയും കനിയാൻ്റെ ഇല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. മണിക്കുട്ടിയെയും കനിയെയും തിരുമുറ്റത്തേക്ക് കൊണ്ടുവരാമെന്ന് ഹരി ഏഞ്ചലിനോട് പറയുന്നു. തുടർന്ന് കാണുക. ശരി മോളെ. നീ എന്നും വളഞ്ഞ വഴിയിലൂടെയല്ലേ പോയിട്ടുള്ളൂ. സകലരുടെയും മുഖത്ത് കരിവാരി തേച്ച് അന്യമതത്തിൽപ്പെട്ട ഒരുവളെ കെട്ടി ഏട്ടന്റെ പാതയിലൂടെയാണ് ഞാനെന്നും ഏട്ടനാണ് മാതൃകയെന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ കയ്യിലെടുത്തിരിക്കുന്നത് എന്തിനാണെന്നേ ഞങ്ങൾക്കൊക്കെ അറിയാം. ഏട്ടന്റെ സ്വത്തിലാ നിന്റെ കണ്ണു. ഇപ്പൊ ഈ പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യമാണ്. അർഹതയില്ലാത്ത ഒരു പൈസ പോലും മോഹിച്ചിട്ടുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയതും അല്ലല്ലാതെ ജീവിക്കുന്നതൊക്കെ എൻ്റെ സ്വന്തം അധ്വാനത്തിലാ. ഒരാളുടെ ഒരൗദാര്യവും കൈപ്പറ്റിയിട്ടില്ല ഞാൻ ഇന്നുവരെ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വീതങ്ങൾ മേടിക്കുന്ന മിടുക്കന്മാരിവിടെ വേറെ ഉണ്ട്. ഹലോ അളിയ, അളിയൻ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങളിവിടെ താമസിക്കുന്നതേ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. എല്ലാവരും ഒന്ന് കാണുക, ഒന്നിച്ചു കൂടുക, അത്രേ ഉള്ളൂ അല്ലേ? അതൊക്കെ മനസ്സിലാവണമെങ്കിലേ കുടുംബസ്നേഹം വേണം. കണ്ണിക്കണ്ട ഏതോ ഒരുത്തിയെ കല്യാണവും കഴിച്ചു. അതെ, എനിക്ക് നിങ്ങളുടെ അത്രയും കുടുംബസ്നേഹം ഇല്ല, സമ്മതിച്ചു. നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം, അതൊക്കെ ഞാൻ സഹിച്ചെന്നിരിക്കും. പക്ഷെ സുറുമിയെ മോശമാക്കി പറഞ്ഞ അത് ഞാൻ സഹിക്കില്ല. പലതവണ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ. എന്തെങ്കിലും പിടിച്ചു വാങ്ങാനോ വഴക്കുണ്ടാക്കാനായിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏഞ്ചലിന്റെ യൂണിഫോം എടുക്കണം, പോണം, അത്രേ ഉള്ളൂ. രാവിലെ രണ്ടും കൂടി ഇറങ്ങിക്കോളും. അതെ, ഇതൊക്കെ അളിയന്റെ ഒരു നാടകമാണ്. അല്ലെങ്കിൽ ഏഞ്ചലിന് ഇവിടെ വന്നിട്ട് സ്കൂളിൽ പോയെന്താ? നല്ല പിള്ള ചമഞ്ഞ് സ്വത്തുക്കൾ കൈക്കലാക്കാൻ തന്നെയാണ് അളിയന്റെ പരിപാടി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സ്വത്തുക്കൾ കണ്ണുവെച്ച് ആ സ്റ്റെഫിയും ശക്തമായി രംഗത്തുണ്ട്. മൂത്തളിയന്റെ രണ്ടാം ഭാര്യയാകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് സ്റ്റെഫി. അക്കാര്യം സ്റ്റെഫിയുടെ അമ്മച്ചി എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഒരു പരസ്പര ധാരണയിൽ പോകാന്ന സ്റ്റെഫിയും അമ്മ മേരിയും പറയുന്നേ. എന്നുവച്ചാ ഇതല്ലാതെ വേറൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലേ. നമ്മളിങ്ങനെ പല കണക്കുകൂട്ടലുകളുമായിട്ട് നിൽക്കും. അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അല്ലാതിരെ ഈ മണ്ണും ചാരി നിന്നവനെന്ന് പറയുമ്പോ ബാഗ്. ആഹാ, സുന്ദരിക്കുട്ടി ഇറങ്ങിയോ? ഇവളെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ഫാദറിനെ ഒന്ന് കാണാൻ പോണം. രാത്രിയിൽ ചിരിയും ബഹളമൊക്കെ കേട്ടോല്ലോ റൂമില്. എന്തായിരുന്നു അച്ഛനും മോളും തമ്മില്? അതിനെ അച്ഛനോട് പറഞ്ഞു കനിയാന്റെ. അത് അച്ഛൻ എനിക്ക് നല്ലൊരു കഥ പറഞ്ഞു തന്നതാ. എന്നിട്ട് കഥ കേട്ടോ? എന്തുവാടേ? ബാഗ് യൂണിഫോം എടുക്കാൻ ചെന്നപ്പോഴേ ആതിര ചേച്ചി അളിയനും എൻ്റെ അടുത്തും ചൊറിഞ്ഞു. നിങ്ങളെ രണ്ടാളെയും ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അവരുടെ കാര്യം വിട്ടേക്ക്. എന്റെ ഈ മോള് വരെ അവരെ വെറുക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ വീട്ടിലേക്ക് പോണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ വെച്ചിരിക്കുക. എന്ത് നിബന്ധനകള്? ഓ, ഒക്കെ വിശദമായിട്ട് പറയാം, സമയം പോകും. വാമോളെ. വല്ലേട്ടാ, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? നമുക്ക് ആലോചിക്കാം. വാമോളെ. ആലോചിക്കാന്നെങ്കിലും പറഞ്ഞല്ലോ വല്യേട്ടൻ. അത് തന്നെ വലിയ കാര്യം. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ തീർത്തും മുഖം തിരിക്കുന്ന ആളാ. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് സുറുമി. അവരുടെ റൂമിൽ നിന്ന് രാത്രി ചിരി കേട്ടു ഞാൻ പറഞ്ഞില്ലേ? അതേ ഏഞ്ചൽ മോളുടെ സന്തോഷ പ്രകടനമായിട്ടാ എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ച ഒരു അമ്മയെ കൊണ്ടുതരാന്ന് വലിയേട്ട സമ്മതിച്ചിട്ടുണ്ടാവും. അതിന്റെ സന്തോഷമായിരിക്കും ഏഞ്ചൽ മോൾ കാണിച്ചത്.
കാര്യമായ എന്തോ മാറ്റം വലിയേട്ടന് സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. വലിയേട്ടനൊരു കല്യാണം കഴിക്കേണ്ട അത്യാവശ്യം തന്നെ സുറുമി. ഉടനെ അത് നടന്നാൽ മതിയായിരുന്നു. ഫാദർ, ആ നമസ്കാരം. നമസ്കാരം. ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? പോകുന്ന വഴിയാ. അതിനു മുമ്പ് ഫാദറിനെ ഒന്ന് കാണാൻ തോന്നി. എന്താ? അത് പിന്നെ എന്തു പറ്റി? സാധാരണ ഹരിനാരായണൻ ഇങ്ങനെയൊരു പതർച്ച ഉണ്ടാകാറില്ലല്ലോ. അപ്പോ വിഷയം അല്പം ഗൗരവമുള്ളതാണ്. അതെ ഫാദർ, വീട്ടിലുള്ളവരുടെ ഹരാസ്മെന്റ് സഹിക്കാൻ പറ്റാത്തതിനാൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരേ വാശിയിലായ ഏഞ്ചൽ. ഇന്നലെ രാത്രിയിൽ ഞാനും മോളും ജയന്റെ വീട്ടിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൾ ആളാകെ മാറി. ചുറുചുറുക്കും കളിയും ചിരിയും ഒക്കെ വീണ്ടെടുത്തു. ജയനെയും സുറുമിയും ഏഞ്ചലിന് വലിയ ഇഷ്ടമാണ്. അവർക്ക് ഏഞ്ചലിനെയും ജയനെയും സുറുമിയും പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ അവൾ ഇഷ്ടപ്പെടുന്ന വേറെ രണ്ടുപേരുണ്ട്, കനിയും മണിക്കുട്ടിയും. അവരെക്കുറിച്ച് പറയുമ്പോൾ ഏഞ്ചലിന് 100 നാവാ. ഇന്നലെ രാത്രി അവരെ രണ്ടാളെയും കുറിച്ച് മാത്രമാണ് അവൾ സംസാരിച്ചത്. മണിക്കുട്ടിയും കനിയും വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഏഞ്ചല് പറയുന്നത്. മണിക്കുട്ടിയും കനിയും കുറിച്ച് പറയുമ്പോഴുള്ള അവളുടെ മുഖത്തെ തിളക്കം, ആ സന്തോഷം, അത് ഇന്നലെ രാത്രി ഞാൻ കണ്ടു. അതെന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. ആ സന്തോഷം കണ്ട് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു, മണിക്കുട്ടിയും കനിയും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. ആ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ അവൾ ഇന്നലെ രാത്രി ഉറങ്ങില്ലായിരുന്നു. സന്തോഷം നിറഞ്ഞ മനസ്സോടെ എന്റെ മോള് ഉറങ്ങുന്നത് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ രാവിലെ അവളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോദ്യവും സംസാരം മുഴുവൻ രണ്ടാളും വീട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. ഫാദറിനറിയാലോ, എന്റെ മോളുടെ സന്തോഷത്തിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നുമില്ല. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എനിക്ക്. അതിപ്പോ ഏതു നേരവും ഏഞ്ചൽ ഇവിടെ അവർക്കൊപ്പാണല്ലോ. അത് അവിടെ എൻ്റെ വീട്ടിലായിക്കൂടെ? ഈ ആലോചനയിൽ തെറ്റൊന്നുമില്ല. അവര് മൂന്നാള് തമ്മിലുള്ള സ്നേഹബന്ധം അത്ര ആഴത്തിലുള്ളതല്ലേ. കനിയെയും മണിക്കുട്ടിയെയും എപ്പോഴും അടുത്ത് കിട്ടണം ഏഞ്ചലിന്. ആ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. കനിയും മണിക്കുട്ടി ഇപ്പോൾ പള്ളിയുടെ ആശ്രയത്തിലാണ് കഴിയുന്നത്. അതൊന്നും മാറണം, അത്രയല്ലേ ഉള്ളൂ. അതെ ഫാദർ. തിരുമുറ്റത്താകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ രണ്ടാൾക്കും കഴിയാം. അവരവിടെ അധികപ്പറ്റായി തോന്നാതിരിക്കാൻ കനിയെ വീട്ടുജോലിയൊക്കെ ചെയ്യാവുന്ന നിലയിൽ നിർത്താം. ഏത് ജോലിയും കനി മടികൂടാതെ ചെയ്യും. അതിലെല്ലാം വൃത്തിയും വെടിപ്പും അടുക്കും ചിട്ടിയും ഒക്കെ ഉണ്ടാവും. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമേ ഉണ്ടാവൂ. അത് പിന്നെ ഞാൻ കനിയെ വെറുമൊരു വീട്ടുജോലിക്കാരിയായി ഒതുക്കി നിർത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഏഞ്ചലിന്റെ അമ്മയുടെ സ്ഥാനത്തേക്കാ കനി വരേണ്ടത്. ഏഞ്ചലിനൊരമ്മ വേണം. ഒരമ്മയുടെ സ്നേഹവും ലാളനയും സാമീപ്യവും കിട്ടണം. ഒരമ്മയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആ മനസ്സ് ഇന്നലെ രാത്രി ഞാൻ കണ്ടു. അതുപോലെ കനിയിൽ നിന്ന് പരിധിയിൽ കവിഞ്ഞ സ്നേഹം കിട്ടുന്നുണ്ട് ഏഞ്ചലിനിപ്പോ. അവള് തന്നെ ഇത് പറഞ്ഞത്, കനിയെ കൊണ്ടുവന്നാൽ എനിക്ക് അമ്മയെ കിട്ടുമെന്ന്. കനിയെയും മണിക്കുട്ടിയെയും ഞങ്ങൾക്ക് തന്നൂടെ? ഒരു ജോലിക്കാരിയെ പോലെ കനിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ബാക്കി എല്ലാവരും ആ കണ്ണിലൂടെ കാണും. അത് പാടില്ല. ഏഞ്ചലിന്റെ അമ്മയായി അവിടെ നിൽക്കണമെങ്കിൽ ആ നിലയിൽ തന്നെ വരണം, എന്റെ ഭാര്യയായിട്ട്. ഇന്നലെ ഏഞ്ചൽ ഉറങ്ങിയ ശേഷം ഞാൻ തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അവസാനം ഇതിലാ എത്തിച്ചേർന്നത്. കനിക്ക് ഒരു വിവാഹം വേണമെന്നും സ്വന്തമായൊരു ജീവിതമുണ്ടാകണമെന്നും എപ്പോഴും ഞാൻ അവളോട് പറയാറുണ്ട്. പക്ഷേ
മണിക്കുട്ടിയെ വിട്ടുകൊണ്ടുള്ളൊരു ജീവിതം വേണ്ടെന്നാണ് അന്നും ഇന്നും കനി പറയുന്നത്. ഇതിപ്പോ മണിക്കുട്ടിയും കൂടെ കൂട്ടുന്നുണ്ടല്ലോ, മോളായിട്ട് തന്നെ. ആ, നല്ലൊരു കാര്യം തന്നെയാണത്. ഏഞ്ചലിൻ്റെ ആഗ്രഹം നടക്കുന്നതോടൊപ്പം അവർ രണ്ടുപേർക്കും നല്ലൊരു ജീവിതവും കിട്ടും. അതെ ഫാദർ. ഹരിനാരായണൻ്റെ മനസ്സ് ഒഴുകുന്ന പുഴ പോലെയാണ്. മാലിന്യങ്ങളൊന്നും കെട്ടിക്കിടക്കാതെ തെളിഞ്ഞ് ശുദ്ധതയോടെയുള്ള മനസ്സ്. അതുകൊണ്ടാ ഇത്ര വിശാലമായി ചിന്തിക്കാൻ തോന്നുന്നത്. വർഷങ്ങളായി കനിയെ എനിക്കറിയാം. കനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പല വഴിയും നോക്കി ഞാൻ. എന്തുകൊണ്ടോ ഫലം കണ്ടില്ല. ചിലപ്പോ ഇതായിരിക്കും ഈശ്വര നിശ്ചയം. പിന്നെ കനിയെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് പറയുന്നത് പോലെ അത്ര നിസ്സാരമായിരിക്കില്ല. കടമ്പകൾ പലതും കടക്കേണ്ടി വരും. എതിർപ്പുകളും കോലാഹലങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല ഫാദർ. എന്റെ തീരുമാനമാണ് എന്റെ ജീവിതം. ഫാദറിന്റെയും കനിയുടെയും സമ്മതം മാത്രം മതി എനിക്ക്. എന്റെ ഭാര്യയായി, ഏഞ്ചലിന്റെ അമ്മയായി കനി വരാൻ തയ്യാറായാൽ ഞാൻ അവരെ കൊണ്ടുപോകും. എനിക്ക് സമ്മതമാ. കനിക്കും മണിക്കുട്ടിക്കും സന്തോഷകരമായൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആദ്യം കനിയുടെ മനസ്സറിയണം. അതെ ഫാദർ. ഏഞ്ചൽ മോൾക്ക് വേണ്ടി കനിയോട് ഫാദർ സംസാരിക്കണം. ഫാദറിന്റെ അടുത്ത് വരുന്നതുവരെ അത്യാവശ്യം നല്ല ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പോ ആശ്വാസമായി എനിക്ക്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. ഏഞ്ചൽ മോളവിടെ? അവൾ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോയി. ഏഞ്ചൽ മോൾ അത്രയ്ക്ക് വെറുക്കുന്നോ ഈ വീടിനെയും വീട്ടുകാരെയും? ആ കുഞ്ഞു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ചില സത്യങ്ങളുണ്ടച്ചാ. അതൊന്നും അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാനാവില്ല. ഇവിടുന്ന് ഇറങ്ങി ജയന്റെ വീട്ടിലെത്തിയപ്പോ ഏഞ്ചൽ ആളാകെ മാറിപ്പോയി. ജയനെയും സുറുമിയും അവൾക്ക് വലിയ കാര്യമാണ്. പിന്നെ അച്ഛനെ, പിന്നെ എന്താ നിനക്ക് വേറെ എന്തോ പറയാനുണ്ടല്ലോ? അത് അച്ഛൻ എന്നും പറയുന്ന കാര്യം തന്നെയാ. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഏഞ്ചലിന് ഒരമ്മ വേണം. ഒടുവിൽ നിനക്കത് ബോധ്യമായല്ലോ. സന്തോഷം എനിക്ക്. ഞാൻ ഇക്കാര്യം പറയുമ്പോഴൊക്കെ 100 മുട്ടി ന്യായങ്ങളായിരുന്നല്ലോ നിനക്ക്. ഇപ്പോഴീ മനമാറ്റം എങ്ങനെ ഉണ്ടായി? അച്ഛാ, ഇന്നലെ രാത്രി ഏഞ്ചലിന്റെ മനസ്സ് ഞാൻ വായിച്ചു. അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ലോകവും ഞാൻ കണ്ടു. അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരമ്മയ്ക്ക് വേണ്ടി. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെങ്കിൽ ഒരു വിവാഹം കഴിച്ചല്ലേ പറ്റൂ. നന്നായി. നിന്റെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ചുറ്റിനും ആളും ആരവങ്ങളൊക്കെ ഉണ്ടെങ്കിലും മിക്കപ്പോഴും തനിച്ചായിരുന്നു ഞാൻ. ഇവിടെ ജോലിക്കാരി ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം തടയുക. ജോലിക്കാരി ചെയ്യുന്നതും സ്വന്തം മക്കൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണല്ലോ. അതുപോലെ തന്നെയാണ് അമ്മയുടെ കാര്യവും. പാത്രമറിഞ്ഞ് വിളമ്പുന്ന നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും സൂചിപ്പിക്കുക, ഏഞ്ചലിനെ സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കണം വരുന്ന ആളും. ഭാര്യയായാൽ മാത്രം പോരാ,
അമ്മയും കൂടി ആവണം. ആ, നീ ഇപ്പൊ എവിടെയുണ്ട്? ആ ശരി, ഒരു സുപ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് ഇവിടെ എത്തണം എല്ലാവരും. ആ, ഹരി ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അക്കാര്യം ഹരിയോട് ഞാൻ പറയാറുമുണ്ട്. പക്ഷേ ഹരി ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. എന്നാൽ ഹരി ഇങ്ങോട്ടൊന്ന് പറഞ്ഞിരിക്കുകയാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ആഹാ, അക്കാര്യം അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ വിളിച്ചറിയിക്കുകയും ചെയ്തു. ആനയുടെ വീട്ടുകാരും ഇക്കാര്യം അറിയണം. അതുകൊണ്ടാണ് ഞാൻ കോശി വിളിച്ച് പറഞ്ഞത്. ഓ, അങ്ങേർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പിടുത്തവുമില്ല. ഇത് നമ്മൾ അങ്ങ് തീരുമാനിച്ചാ മതി. ഇതിലിപ്പോ തീരുമാനിക്കാൻ എന്തായിരിക്കുന്നേ? വല്യേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ അതൊന്ന് നടന്നു കിട്ടിയാ മതി. പറ്റിയ ഒരാൾ വന്നാലേ ഏഞ്ചലിന്റെ കറക്കവും അനാവശ്യ കൂട്ടുകൂടലും ഒക്കെ നിർത്താൻ ഒക്കൂ. വല്യേട്ടന് നല്ല ബുദ്ധി തോന്നിക്കാൻ ഞാൻ നേരാത്ത നേർച്ചകളില്ല. അതൊക്കെ ഫലം കണ്ടു. അല്ലച്ചാ, വെല്ലുവിളിന് ആരാ കെട്ടാൻ പോണെന്ന് വല്ലതും പറഞ്ഞു? അതൊന്നും സൂചിപ്പിച്ചില്ല. ഏഞ്ചലിനൊരു അമ്മ വേണം, അതിനു വേണ്ടി ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രം പറഞ്ഞു. അല്ല, അതിത്ര പറയാനെന്തിരിക്കുന്നു? ആനി പോയ ശേഷം ആ സ്ഥാനത്തിനുള്ള അർഹത ആനിയുടെ അനിയത്തിക്കല്ലേ? അവകാശമുണ്ടെന്നുള്ളതിനു പുറമെ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തിലുവാ. ഇവള് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഹരി ഈ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഹരിയേട്ടനൊന്ന് കണ്ടിട്ട് വരട്ടെ അമ്മേ. ആ, ആ, അത് മതി. അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് റെഡിയല്ലേ? ഞാൻ ഉടനെ എത്തും. നീ എന്താ ഇവിടെ? ഓഫീസിൽ പോയില്ലേ? സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുമ്പോ ഞാൻ ഓഫീസിൽ പോയിരുന്നാൽ എങ്ങനെയാ? ഞാൻ ഇവിടെയല്ലേ വേണ്ടത്? എനിക്കറിയാമായിരുന്നു അവസാനം സമ്മതിക്കുമെന്ന്. ഒഴിവാക്കി വിടാൻ മാത്രം എനിക്ക് കുറവുകളൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായമാ. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്തിനാ ഈ പൊട്ടം കളി? ഹരിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് വിവാഹത്തിന് തയ്യാറാണെന്ന്. എല്ലാരെയും വിളിച്ചു വരുത്തി അക്കാര്യം അച്ഛൻ സംസാരിച്ചോണ്ടിരിക്കുക. എല്ലാരും നല്ല ഹാപ്പിയാ. അധികം വലിച്ചു നീട്ടണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇന്നെങ്കി ഇന്ന്, നാളെയെങ്കി നാളെ. ഞാൻ റെഡിയാ. നീ എന്തിനു റെഡിയാണെന്നായി പറയുന്നത്? നമ്മുടെ വിവാഹത്തിന്. നമ്മുടെ വിവാഹം? നിന്റെ ബട്ടിന് ഒരു കുറവുമില്ലേ? പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞത്? ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെ. പക്ഷെ അത് നിന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ? നീ എൻ്റെ ആനിയുടെ അനിയത്തിയാ. ഞാൻ എടുത്തോണ്ട് കിടന്ന കുട്ടി. അങ്ങനെയുള്ള നിന്നെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനാവില്ലെന്ന് പല ആവർത്തി നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും വീണ്ടും വീണ്ടും അതും പറഞ്ഞോണ്ട് വരികയെന്ന് വെച്ചാ എന്നെ അല്ലെങ്കിൽ പിന്നെ ആരെയാ ഹരിയായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നത്? എല്ലാവരുടെയും മനസ്സിൽ ഞാനാ ഹരിയായിട്ടും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ആ രീതിയിലാ സംസാരം നടക്കുന്നത്. അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയതും അതുകൊണ്ടാണല്ലോ.
ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്ത ഒരു തീരുമാനം അച്ഛനെ അറിയിച്ചു. അതിങ്ങനെ വട്ടം കൂടി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ തീരുമാനങ്ങൾ എന്റേത് മാത്രം. എങ്കി പറ, ആരാ ഹരിയേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ്? അതൊക്കെ സമയമാവുമ്പോ ഞാൻ പറഞ്ഞോളാം. ഒരു കാര്യം നീ എന്തായാലും അറിഞ്ഞു വെച്ചോ, ആ ആള് നീയല്ല. മനസ്സിനകത്ത് കുത്തി നിറച്ചിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ എടുത്തു കളഞ്ഞ് നല്ല കുട്ടിയാവാം. എന്നിട്ട് ഈ കല്യാണം നടക്കാൻ മുന്നിൽ നിൽക്ക്. മുന്നിൽ നിൽക്കും ഞാൻ. കല്യാണം നടത്താനല്ല, ഈ കല്യാണം മുടക്കാൻ. അന്ന് എന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയ കൈകൊണ്ട് ഇനിയൊരു താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റെഫിയുടെ കഴുത്തിലായിരിക്കും. ഞാനല്ലാതെ വേറൊരു പെണ്ണിനെ ഹരിയേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കില്ല ഞാൻ. അതെ, വെല്ലുളിയന്റെ മുറിയിലേക്ക് പോയ ആളെ കാണുന്നില്ലല്ലോ. അവര് രണ്ടാളും അവിടെ സംസാരിച്ചിരിക്കാവും. ഇനിയിപ്പോ അവരൊന്നല്ലേ? അതെ, കല്യാണം എവിടെ, എങ്ങനെ, ഏത് ടൈപ്പിൽ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഫുഡ് ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് വിട്ടേക്ക്. ഉഗ്രൻ ടീമിന് ഞാൻ കൊണ്ടുതരും. മതി അമ്മച്ചി, വാ പോവാം. എന്താ മോളെ? നമുക്കിവിടെ ഒരു സ്ഥാനവും ഇല്ല, അത്ര തന്നെ. വന്നേ. എന്താ? അല്ല, ഇവള് പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നേ. നമുക്കിവിടെ ഒരു സ്ഥാനവും എന്ന് സ്റ്റെഫി പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? അതല്ല, എന്നാലും എന്തായിരിക്കും? വരാം 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 വരാം. അല്ലളിയ,